അല്ലാഹുവിന്റെ മാലാഖമാർ ഉറക്കത്തിലെങ്ങാനും റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ വുളൂ ചെയ്ത ശരീരത്തിൽ നിന്നാണ് അത് കൊണ്ടുപോകുന്നത്. ആ ശരീരത്തിന് പുണ്യമുണ്ട്, ആ മരണത്തിന് ഹുസ്നുൽ ഖാത്തിമത്ത് ലഭിക്കും. എണ്ണീറ്റ് കഴിഞ്ഞു, ബാത്റൂമിലേക്ക് പോണല്ലേ, ഏത് കാലം ഉള്ളിലേക്ക് വെക്കേണ്ടത്? ഇടത് കാലം. നമുക്കറിയാലോ, തിരിച്ചു വരുമ്പോ വലത്ത് കാലം. വസ്ത്രം മാറുന്നുണ്ട്. വസ്ത്രം ധരിക്കുമ്പോ ഏത് ഭാഗത്ത് നിന്ന് തുടങ്ങണം? വലത് ഭാഗത്ത് നിന്ന്. ആദ്യ ഷർട്ടിന്റെ വലത് കൈയുടെ കൈയുണ്ട്. വസ്ത്രം അഴിക്കുമ്പോ ഇടത്തെ കൈ ആദ്യം അഴിക്കുക, ഇടത് കാലം ആദ്യം അഴിക്കുക, ഇടത് ഷൂ ആദ്യം ഊരുക. ധരിക്കുമ്പോ വലത്തെ ഷൂ ആദ്യം ധരിക്കണം. ഇതൊക്കെ സുന്നത്തല്ലേ? മുടി വാർന്നു വെക്കുകയാണ്. ആണും പെണ്ണും മുടി വാരുന്നുണ്ട് അല്ലേ? മല്ലഹു ശഅറൻ ഫൽയുക്രിം. ആർക്കൊക്കെ മുടിയുണ്ടോ അവരാ മുടിയെ ബഹുമാനിക്കണം. ആ മുടിയെ ഒന്ന് മാന്യമായി കൊണ്ടടക്കണം. മുടി വാർന്നു വെക്കണം. വാർന്നു വെക്കുമ്പോ വലത് ഭാഗം തുടങ്ങുക, പിന്നെ ഇടത് ഭാഗം. കുളിക്കാൻ വേണ്ടി കയറിയ ബാത്റൂമിലേക്ക് വെള്ളം ഒന്നായിട്ടും ഒഴിക്കണ്ട, വലത് സൈഡിലേക്ക് ആദ്യം ഒഴിക്കുക. തലയിന്റെ വലത് ഭാഗം, ഇടത് ഭാഗത്തേക്ക് പിന്നെ. അങ്ങനെ വലതിനെ മുന്തിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന യുഹിബ്ബു തയാമുൻ ഫീ ശഅനിഹി കുല്ലിഹി ഫീ തനഉലിഹി വതറജ്ജുലിഹി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാലിൽ ചെരുപ്പ് ധരിക്കുമ്പോൾ പോലും, മുടി ചീകി വെക്കുമ്പോൾ പോലും വലത് ഭാഗം മുന്തിക്കൽ ഇഷ്ടമായിരുന്നു എന്ന് പരിശുദ്ധ ഹബീബിനെ കുറിച്ച് അവരുടെ സ്വഹാബികൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ അത് ചെയ്യാൻ മറക്കല്ലേ. ദിവസം ആരംഭിക്കുകയാണ്. സുന്നത്തുൽ ഫജ്റിന്റെ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് എഴുന്നേൽക്കൽ വളരെ കൂലിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പുന്നാരമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോടും അലി റളിയല്ലാഹു അൻഹുവിനോടും ചെന്നൊരിക്കൽ പറഞ്ഞു പോയിട്ടുണ്ട്, അലാ തുസല്ലിയാൻ, നിസ്കരിക്കണില്ലേ? സുബ്ഹിന്റെ മുമ്പാണ്, തഹജ്ജുദ് നിസ്കരിക്കണില്ലേ? അപ്പൊ അലി റളിയല്ലാഹു അൻഹു തമാശയിൽ ഒരു മറുപടി പറഞ്ഞു. അവിടെ അതാണ് വലിയ രസം. അലാ തുസല്ലിയാൻ, നിസ്കരിക്കണില്ലേ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നമാ അൻഫുസുനാ ബിയദില്ലാഹ്, നമ്മുടെ ശരീരത്തിന്റെ റൂഹുകളൊക്കെ അല്ലാഹുവിന്റെ കയ്യിലല്ലയോ നബിയേ. ഫഇദാ ശാഅ യബ്അഥഹാ ബഅഥഹാ, ആ റൂഹ് അല്ലാഹു തന്നാലല്ലേ നബിയെ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. അല്ലാഹു തരാൻ എങ്ങനെ എഴുന്നേൽക്കുക? ആര് പറഞ്ഞു? അലി റളിയല്ലാഹു തആല. ഒരു തമാശ പറഞ്ഞത്, അമോഷനല്ലേ. എഴുന്നേൽക്കാൻ കുറച്ച് വൈകി പോകുന്നുണ്ടാവും. പറയാ, അല്ലാഹുവിന്റെ റസൂലേ, ഉറക്കത്തിന് എഴുന്നേൽക്കണമെങ്കിൽ റൂഹ് കിട്ടേണ്ടത് അല്ലാഹു പിടിച്ചു വെച്ചതല്ലേ, അല്ലാഹു തന്നാലല്ലേ. ഫസമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളെ കേട്ടു, വഹുവ യഖൂൽ വയദ്രിബു അലാ ഫഖദിഹി, നബി തങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്, കാലിന്റെ തുടയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ വാക്കാണ്, വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ, മനുഷ്യൻ വല്ലാതെ തർക്കിക്കുന്ന ആളാണല്ലോ. മനുഷ്യൻ വല്ലാതെ തർക്കിക്കുന്ന ആളാണ്. എഴുന്നേൽക്കാൻ നബിയെ, ഞാൻ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാൽ മതി. അല്ലാഹു വിട്ടാലല്ലേ നബി എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഹഖീഖത്തുണ്ട് അതിൽ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ അതിനെ ട്വിസ്റ്റ് ചെയ്യുകയാണ്. വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ, മനുഷ്യൻ വല്ലാതെ തർക്കിക്കുന്നുവല്ലോ. അലി തങ്ങൾ എഴുന്നേൽക്കാറുണ്ട്, ഫാത്തിമ ബിബിയും എഴുന്നേൽക്കാറുണ്ട്. യാ അലിയു യാ ഫാത്തിമ ഖൂമാ ഫസല്ലിയാ വലൗ റക്അതൈൻ ഖബ്ല അൽ ഫജ്ർ, ഫജ്റിന്റെ മുമ്പ് 2 റക്അത്തെങ്കിലും നിസ്കരിക്കണേ എന്ന് എന്നും പറഞ്ഞു പോകുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടന്നാൽ യഅഖിദു ശൈത്വാനു അലാ ഖാഫിയതി അഹദികും ഇദാ ഹുവ നാമ 3 ഉഖദ്, 3 കെട്ടുകൾ പിശാച് തലയിൽ കെട്ടിവെക്കും. യൂട്യൂബിൽ ചെറിയ വീഡിയോ കാണും, 3 knots എന്ന് പറഞ്ഞിട്ട്. 3 knots, നോട്ട് എന്ന് പറഞ്ഞാൽ KNOT, 3 കെട്ടുകൾ. ചെറിയ കുട്ടികളെ കണ്ടാൽ പേടിച്ചോളൂ. വലിയവരൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാണ്. ഇംഗ്ലീഷിലാണ് ഈ ഹദീസിന്റെ അർത്ഥമാണ് പറയുന്നത്. 3 knots, 3 കെട്ടുകൾ. നിങ്ങൾ ഉറങ്ങിയാൽ പിശാച് തലയിൽ കെട്ടിവെക്കുന്നുണ്ട്. നേരം വെളുത്ത് മടിയനാകുന്നത് എങ്ങനെയാണ്, നേരം വെളുത്ത് ഉന്മേഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അത് പഠിപ്പിച്ച ഹദീസാണിത്. മുത്തഫഖുൻ അലൈഹി, ഇമാം മുസ്ലിം തങ്ങളും ഇമാം ബുഖാരി തങ്ങളും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. നിങ്ങൾ ഉറങ്ങുമ്പോ 3 കെട്ടിടുന്നുണ്ട് പിശാച്. ആണിന്റെ തലയിലും പെണ്ണിന്റെ ഇൻവിസിബിൾ നോട്ട്സ്, നമുക്ക് കാണാൻ പറ്റാത്ത കെട്ടുകളാണ്. അലൈക ലൈലുൻ തവീൽ ഫർഖുദ്, നീ ഉറങ്ങിക്കോ, ഒരുപാട് നേരം ഇനിയുണ്ട്. നീ ഉറങ്ങിക്കോ, ഒരുപാട് നേരമുണ്ട്.
ആ വീഡിയോയിൽ നിങ്ങൾ ശരിക്കും കാണും, ഒരു 3 മിനിറ്റ് എങ്ങാനും ഉള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്ലീപ് സ്ലീപ്, യു ഹാവ് നോ ടൈം ടു സ്ലീപ്, ഗോ ബാക്ക് ടു സ്ലീപ്, ഗോ ബാക്ക് ടു, ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്ന് പറയും. വലിയ അത്ഭുതം. ഖളായി കഴിഞ്ഞാൽ എഴുന്നേൽക്കും ചെയ്യും അങ്ങനത്തെ ആൾക്കാർ. അതുവരെ ഉറങ്ങും. ഖളായി 1 മിനിറ്റായി അപ്പോൾ എഴുന്നേറ്റു. ചോനെ നിസ്കരിച്ചിട്ടില്ലല്ലോ, നിസ്കാരം ഖളായല്ല, നീ ഉറങ്ങിക്കോ എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ ഉണരുകയും അല്ലാഹുവിനെ ഓർക്കുകയും ചെയ്താൽ അതിലെ ഒരു കെട്ടങ്ങട്ട് അഴിയും, ഒരു കെട്ടഴിയും. എന്താ ചെയ്യണം? എഴുന്നേറ്റ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഫഇൻ തവല്ല, വുളു എടുത്താൽ 2ാമത്തെ കെട്ടഴിഞ്ഞു, 3ാമത്തെ കെട്ടഴിയാൻ നിസ്കരിക്കണം. നിസ്കാരം കൂടെ കഴിഞ്ഞാൽ 3 കെട്ടുമഴിയും. ഒന്നഴിയാൻ ദിക്ർ ചൊല്ലണം, 2ാമത്തേത് അഴിയാൻ വുളു എടുക്കണം, 3ാമത്തേത് അഴിയാൻ നിസ്കരിക്കണം. ഈ 3 കെട്ടും അഴിഞ്ഞാൽ ആ ദിവസം അവൻ ഉന്മേഷവാനാണ്. ത്വയ്യിബൻ നഫ്സ്, മനസ്സിന് നല്ല സമാധാനമുള്ള ആളായിരിക്കും അവൻ. ഈ 3 കെട്ടുകളും അഴിഞ്ഞിട്ടില്ല. ഉണർന്നപ്പോ ആകെ പറഞ്ഞത് ഉമ്മ ചായ തരുന്ന, ആദ്യം പറഞ്ഞ അതാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ല, ദിക്ർ ചൊല്ലിയിട്ടില്ല, വുളു എടുത്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ വന്നാൽ അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ, മടിയനായി മോശപ്പെട്ടവനായി മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടാണ് അയാൾ എഴുന്നേൽക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസത്തിന്റെ ആരംഭം ഉന്മേഷം വേണോ? അത്രേ വേണ്ടൂ. നമുക്ക് റെഡ് ബുൾ കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? ദിക്ർ ചൊല്ലി വുളു എടുത്തു, നിസ്കരിച്ചു. ആ ദിവസം പെർഫെക്റ്റ് ആണ്. അല്ലാഹു സഹായിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ പറഞ്ഞു, നബി, ഒരു മനുഷ്യൻ രാത്രി മുഴുവൻ ഉറങ്ങാണ്, ഉറക്കോട് ഉറക്കാൻ, ഹത്താ യുസ്ബിഹ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉണരുള്ളൂ. അങ്ങനത്തെ വലിയ ഉറക്കമുള്ള ആളാണ്. ഫഖാൽ, എന്താ മറുപടി എന്നറിയോ? ദാക റജുലുൻ ബാല ശൈത്വാനു ഫീ ഉദ്നിഹി, അയാളുടെ ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചിട്ടുണ്ട്. അങ്ങനത്തെ മനുഷ്യനാണ് അയാൾ. നേരം പുലർന്നിട്ടാണ്, സുബഹി ഖളാ ആയിട്ടാണ് ഒരാൾ എഴുന്നേൽക്കുന്നത്, ചെവിയിൽ മൂത്രമൊഴിച്ചിട്ടുണ്ട് പിശാച് എന്ന് പറഞ്ഞ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും കാണാം. മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹിമഹുല്ലാഹ് പറയാൻ, ഇനി ലോകത്തെ എനിക്ക് സന്തോഷം തരാൻ ബാക്കിയുള്ളത് 3 വിഷയങ്ങളെ ഇനി സന്തോഷം തരുന്നുള്ളൂ. മൊബൈൽ ഫോണല്ല, കാറല്ല, വീടല്ല, ജോലിയല്ല, ഒന്നുമല്ല. എന്താ സന്തോഷം എന്നറിയോ? ലോകത്തെ വലിയ സന്തോഷം ഖിയാമുൽ ലൈൽ, രാത്രിയുള്ള ആ ഒരു നിസ്കാരം, അതിന്റെ ഒരു സന്തോഷം. രാത്രിയിലെ നിസ്കാരം. വലിഖാഉൽ ഇഖ്വാൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ്, അല്ലാഹുവിലേക്ക് സഹായിക്കുന്നവർ. കള്ളുടിക്കാൻ കൊണ്ടുപോകുന്നവരല്ല, തോന്നിവാസത്തിന് വ്യഭിചാരത്തിന് കൊണ്ടുപോകുന്നവരല്ലേ, അല്ലാഹുവിൽ സഹായിക്കുന്ന കുറെ സുഹൃത്തുക്കൾ. വസ്സലാത്തു ഫിൽ ജമാഅ, ജമാഅത്തായി നിസ്കരിക്കലും, ജമാഅത്തായുള്ള നിസ്കാരം, നല്ല മുഅ്മിനീങ്ങളായ കൂട്ടുകാരുടെ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ രാത്രിയിലെ നിസ്കാരം. ഇത് 3 മാത്രമാണ് ഇനി ലോകത്ത് ആനന്ദമായി ബാക്കിയുള്ളത് എന്ന് പറഞ്ഞ മഹാനാണ് മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി. ആനന്ദം പറയണം. നേരത്തെ കിടക്കണം, നേരത്തെ എഴുന്നേൽക്കണം. മുസ്ലിമിൻ ഈ ചെയ്യുന്ന പണി ഇന്ന് യൂറോപ്യന്മാർ ചെയ്യുന്നുണ്ട്. മുസ്ലിമീങ്ങൾ അതൊക്കെ നിർത്തിവെച്ചു. ഏറ്റവും കൂടുതൽ നിശാ ക്ലബ്ബുകളും അതുപോലെയുള്ള രാത്രി ഉറക്കഴിക്കുന്ന ക്ലബ്ബുകളൊക്കെ ഉള്ളത് ഇന്ന് അറബ് മുസ്ലിം ഗൾഫ് രാജ്യങ്ങളിലാണ്. പറയാതിരിക്കാൻ പറ്റുമോ?